എന്താ സർ? മോൻ നന്നായിട്ട് പാടി കേട്ടോ. മോന്റെ ഈ ശബ്ദത്തിന്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അനുപല്ലവിയും ചരണമായിരുന്നു മോന് കുറച്ച് പ്രോബ്ലം ഉള്ളത്. പല്ലവി വലിയ കുഴപ്പമില്ല, അവൻ ഒപ്പിച്ചു. പിന്നെ വോയിസ് ഒന്നുകൂടെ ഒരു എന്താണ് ക്ലാരിറ്റി വരാനുണ്ട്. അപ്പൊ അങ്ങനെ ഈ ശബ്ദം മാറുന്ന സമയത്ത് ഒരു ചെറിയൊരു കംഫർട്ട്നെസ് കുറഞ്ഞിരിക്കും. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ ജാലകം എന്നുള്ളതിന്റെ സംഗതിയൊക്കെ ഇല്ലേ, പഠിക്കുക. തുമ്പപ്പൂക്കൾ പാടി, തുമ്പപ്പൂക്കൾ തൂണാണേ, അവിടെ എല്ലാം ഉണ്ട്. അതായത്
നാനെ താനെ നാനാനെ തുമ്പപ്പൂക്കൾ രണ്ടും സെയിം. തുമ്പപ്പൂക്കൾ തൂണാണി താനാനെ. തൂണാണി. ഇതെന്താന്ന് വെച്ചാ മോനെ അറിയാം, മോന്റെ മനസ്സിലുണ്ട് നീ ഒരു ഉഗ്രൻ സിംഗറാണ്. ബട്ട് ടോട്ടലി നമ്മുടെ ഡാൻസേഴ്സ് ബാക്കപ്പ് ചെയ്ത് കോറസും ഒക്കെ വന്നപ്പോ ഇതൊന്നും അറിഞ്ഞില്ല. നന്നായിരുന്നു കേട്ടോ, ടോട്ടലി നന്നായിരുന്നു. ധ്യാൻ കുട്ടാ, എന്താ എന്താടാ നിനക്ക് ശബ്ദത്തിന് എന്തെങ്കിലും ഇന്ന് എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു തോന്നല്ലേ? ചെറിയൊരു പക്ഷെ മോനെ രസമായി പാടിയടാ, മൊത്തം കളർഫുൾ ആയിരുന്നു. സത്യത്തിൽ എനിക്ക് ഞാൻ ഇങ്ങനെ ഡാൻസ് ചെയ്ത് എൻജോയ് അടിക്കുമ്പം നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്കിന്റെ ശബ്ദം വയ്യാണ്ട് ഇങ്ങനെ മുകളിലോട്ട് മറ്റേ മിന്നുങ്ങി നടക്കും മിന്നികളെ ഈ പോഷൻ വരുമ്പോഴാണ് അവന് പറ്റാത്തത്. അപ്പൊ എനിക്ക് എന്റെ ഡാൻസ് ഞാൻ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല, കാരണം നീ അവിടെ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോളേ. അപ്പൊ ഞാൻ ഇങ്ങനെ സങ്കടത്തിൽ ഡാൻസ് ചെയ്തു, കാരണം നിന്റെ ഒരു സങ്കടം എനിക്ക് മനസ്സിലായി. ഇപ്പൊ സാറ് അതിന്റെ ആ പോഷൻ തന്നെ പറഞ്ഞു. നീ പാടിയത് തുമ്പപ്പൂക്കൾ തൂണാണി കാക്ക പൊന്നു പൊൻവാതിൽ വെള്ളി തിങ്കളാണല്ലോ ചെല്ലിൻ ജാലകം. ഇതാണ് അവന്റെ ഒരു രീതി. പക്ഷെ നമ്മൾ ചില പാട്ടുകളിൽ ഒരു പഞ്ചല്ലേ, ഇതവര് പെയിന്റ് ഒക്കെ അടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു വീട് എന്താ പറയാ അവര് കളർഫുൾ ആക്കുക, കുറച്ചുകൂടി ഒരു പഞ്ച് ഒരു പെപ്പി മോഡിലോട്ട്. എന്നാലും ഈ ശബ്ദം വെച്ചിട്ട് നീ ഇത്രയും രസാക്കില്ലോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, പക്ഷെ സ്റ്റൈലും ലുക്കായിരുന്നു. ഞാൻ എന്തോ നീ സംഭവടാ, നീ അതിന് വിഷമമുണ്ടോ? ഇല്ലില്ല. വിഷമമൊന്നുമില്ല, എന്നാലൊരു ചെറിയൊരു ഇത് അതൊന്നും അങ്ങനെ ചിന്തിക്കൊന്നും വേണ്ട. ബിക്കോസ് ഞാൻ എപ്പോഴും പറയും, എപ്പോഴും അത് നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും. നമ്മളൊക്കെ എന്റർടൈനർ എന്നുള്ളൊരു ചുമതല അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു നമ്മുടെ വിധി അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വയ്യെങ്കിലും നമ്മൾ അങ്ങോട്ട് നേദിക്കും. പിന്നെ ആ മൊത്തം ഓളം ആയിരുന്നു, നല്ല രസവും. പിന്നെ ഇതൊരു സൂപ്പർ ഹിറ്റ് മൂവി ആയിരുന്നു ആക്ച്വലി. അപ്പോൾ ആ പെട്ടെന്ന് ആ പടത്തിൻ്റെയും ആ കുറേ ഗ്ലിംസസ് ഒക്കെ ഓർമ്മ വന്നു. അപ്പോൾ താങ്ക് യു, അങ്ങനെ മെമ്മറി ഒക്കെ കൊണ്ടുവരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ കുട്ടാ, we are giving you 97 out of 100. താങ്ക് യു സർ. ആടി ഒരു മാരിവില്ലിൻ കുക്കുറ്റി. ഞാൻ കുട്ടാ, സൗണ്ടൊക്കെ വേഗം ശരിയാവും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.